ഇതാണ് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വഴി. കത്തി എടുത്തിട്ട് വരാം, പക്ഷെ ഭയങ്കര പേടിയാ. എന്നാ പിന്നെ കിടന്നുറങ്ങാന്ന് കരുതിയാലോ, ഈ കൊതുക് ഇവിടെ കിടത്തി ഉറക്കയില്ല. ശരി, എന്നാ പിന്നെ ഏസിടാന്ന് വിചാരിച്ചാലോ, തണുക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാ, ലൈറ്റും ഫാനും ഒക്കെ ഇട്ട് കിടന്നങ്ങ് ഉറങ്ങും. ആരും ഭയപ്പെടരുത്, ഞാനും ഭയപ്പെടുകയില്ല. ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. എനിക്ക് കിടന്ന് ഉറങ്ങണം. എല്ലാവരും ഒന്ന് പോവാൻ നോക്കി. സ്വപ്നോ? അമ്മേ, എന്തോ നടക്കുന്നുണ്ട്. എന്തോ സൗണ്ട് കേൾക്കുന്നില്ലേ? എന്താ നോക്കാം. എവിടെ നീ സൗണ്ട് വരുന്നു? ഒട്ടികൾക്ക് ഊരിയിടാൻ കണ്ട സമയം. എന്നാൽ ഈ സൗണ്ട് ഇത് എവിടെ നിന്ന് വരുന്നു? എന്തത്? നോക്കിയപ്പോഴേക്കും നിന്ന് പോയല്ലോ. എന്തായാലും ഇവിടെ നിന്നാ ശരിയാവും തോന്നില്ല. പെട്ടെന്ന് പോവാം. ഇനിയുള്ള 2 മിനിറ്റ് കൊണ്ട് നിനക്ക് മന്ത്രം ചൊല്ലിക്കാൻ സാധിക്കില്ല. നീ നമ്മുടെ ലോകത്തേക്ക് തിരിച്ചു പോരെ. ഏത് മന്ത്രം ചൊല്ലിയാണോ അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്നത്, അതേ മന്ത്രം ചൊല്ലി നീ തിരിച്ചു പോരെ.
നോക്കുമോളെ, ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇനിയുള്ള 2 മിനിറ്റ് കൊണ്ട് നിനക്ക് മന്ത്രം ചൊല്ലിക്കാൻ സാധിക്കില്ല. നീ നമ്മുടെ ലോകത്തേക്ക് തിരിച്ചു പോരെ. നോക്കുമോളെ, ഒരു കാര്യം ചെയ്. ഏത് മന്ത്രം ചൊല്ലിയാണോ അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്നത്, അതേ മന്ത്രം ചൊല്ലി നീ തിരിച്ചു പോരെ. പറ്റില്ലെന്ന് കരുതിയോ? ഇവന്റെ രക്തം കുടിക്കാതെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഉള്ളിലേക്ക് വരില്ല. മോളെ, ആ മന്ത്രം തലതിരിച്ചാണെങ്കിലും പറയാൻ പറ. മന്ത്രം തെറ്റിയാൽ പോലും നിനക്കകത്തേക്ക് വരാം. പറയുന്നത് കേക്ക്. മോളെ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്നേക്കുമായി നീ അവിടെ കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്റെ രക്തം തരില്ല. ഞാൻ തരില്ല. ഞാൻ രക്തം തരില്ല. നീ വരണ്ട. ഞാൻ രക്തം തരില്ല. നീ വരണ്ട. നീ വരണ്ട. ഞാൻ രക്തം തരില്ല. ഞാൻ തരില്ല. നീ വരരുത്. വരണ്ട. നീ വരണ്ട. നീ വരണ്ട. ഞാൻ രക്തം തരില്ല. ഞാൻ തരില്ല. നീ വരണ്ട. നീ വരണ്ട. ഞാൻ രക്തം തരില്ല. ഞാൻ തരില്ല. നീ വരണ്ട. വരരുത്. ഞാൻ രക്തം. അയ്യോ, ഇവിടുത്തെ എന്തൊക്കെയാ നടക്കുന്നത്? അയ്യോ, ഇതിൻ്റെ ഇടയിൽ ആരാ ഈ പണിയത്? അയ്യോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ തരില്ല. ഞാൻ തരില്ല. ഞാൻ രക്തം തരില്ല. ഞാൻ തരില്ല. തിരിച്ചു പോ. തിരിച്ചു നോക്കോ. ഞാൻ തരില്ല. തിരിച്ചു പോ. തിരിച്ചു പോ. ഞാൻ തരില്ല. ഞാൻ തരില്ല. ഞാൻ തരില്ല. ഞാൻ രക്തം തരില്ല. ഞാൻ തരില്ല. ഞാൻ രക്തം തരില്ല. ഇവിടെ എന്തൊക്കെ നടക്കുന്നത്? കറണ്ട് വന്നത് ഭാഗ്യം. പേടിയുള്ളപ്പോ കറണ്ട് വന്നാലേ കുറച്ചെങ്കിലും പേടി കുറയും. അതേ ബുക്ക്. ഈ ബുക്ക് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. വലിയ തെറ്റാ ചെയ്ത. വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. ആ പാർത്ഥ സാറ് ഇതിലുള്ളതൊക്കെ പഠിച്ചിട്ട് എത്ര പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചു എന്തോ. അയ്യോ, ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ മോഹിനെ വിളിച്ചാൽ വേറെ മര്യാദയ്ക്ക് ഐശ്വര്യ വിളിച്ചാൽ മതിയായിരുന്നു. ആവശ്യമില്ലാതെ വെറുതെ പുലിവാല പിടിച്ച് മര്യാദയ്ക്ക് ചുണ്ടോടി കിടന്നാൽ മതിയായിരുന്നു. ആരോ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അയ്യോ, ഈ മോഹിനിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒരു പ്രേതങ്ങളെ ചുറ്റിയാണെന്ന് ഡീറ്റെയിൽ സൗണ്ട് ഇട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പേടിച്ചാവുന്നതിനേക്കാളും ഭേദം ഒറ്റയടിക്ക് മനുഷ്യനെ വെട്ടി കൊന്നുകൂടായിരുന്നോ? ഇവിടേക്ക് പോകണ്ടെന്നറിയില്ല.
എവിടേക്കും പോയിട്ട് കാര്യമില്ല. എങ്ങോട്ടെങ്കിലും പോവാൻ സമ്മതിക്കണ്ടേ? നോക്ക് മോഹിനി, എന്നെ എത്ര പേടിപ്പിക്കാൻ നോക്കിയാലും എന്റെ ഒരു തുള്ളി രക്തം പോലും ഞാൻ തരത്തില്ല. അല്ല, നീ ചോദിക്കുമ്പോ തന്നെ രക്തം എടുത്ത് തരാനായിട്ടേ ഞാൻ ബ്ലഡ് ബാങ്ക് ഒന്നല്ല ഇവിടെ നടത്തുന്നത്. അല്ല, നീ ചോദിക്കുമ്പോ തന്നെ രക്തം എടുത്ത് തന്നാലേ അത് വീണ്ടും വരണമെങ്കിലേ ഞാൻ എത്ര കിലോ മാതളനാരങ്ങ വിട്ട് വിഴുങ്ങേണ്ടി വരുമെന്ന് അറിയാവോ നിനക്ക്? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കിടന്ന ശമ്പളം കൊണ്ട് 3 നേരം വരെയൊക്കെ വയറ് വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് പട്ടി പണി എടുത്തോണ്ടിരിക്കല്ലേ. അപ്പൊ നീ രക്തം ചോദിച്ചാൽ എങ്ങനെയാ? ഞാൻ തരത്തില്ല, നോക്കിക്കോ. അല്ല, ഇതിപ്പോ നേരം കുറെ ആയാലും എന്നിട്ട് എനിക്ക് എന്താണാവോ വിശക്കാത്ത? കൊറേ വിശക്കും. 4 വഴിന്ന് പ്രേതം വന്ന് ആക്രമിക്കല്ലേ. ഇപ്പൊ വയറ് വെച്ച് കഴിക്കാത്തന്നെ കുറവേ ഉള്ളൂ. ഞാനെന്തൊരു പൊട്ടനാ നോക്കണേ. ആരോ ബാത്റൂമിൽ പാട്ട് പാടി കുളിക്കുന്ന പോലെ ഉണ്ടല്ലോ. പേടിച്ചിട്ട് മുട്ടുകാർ കൂട്ടിരിക്ക. ഇനി അടുത്തത് എന്തൊക്കെയാണോ എന്തോ. ഇതിപ്പോ ആരെ ഈ നേരത്ത് ഇങ്ങനെ പാട്ട് പാടി കുളിക്കാൻ? ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആരകത്ത് പാട്ട് പാടി കുളിച്ചോണ്ടിരിക്കുന്നേ? ഹലോ, ആരകത്ത്? എന്താ പാട്ട് പാടൽ നിർത്തി? ആരാ? എന്താ സംഭവം? അകത്താരും കാണുന്നില്ല, പക്ഷെ പാട്ട് പാടുന്ന ശബ്ദം കേട്ടല്ലോ. എന്നാലും ഷവർ ആരും ഓണാക്കിയിട്ട് ഇവിടെ ആരും കാണുന്നില്ല. എന്തൊരു കഷ്ടം! എന്തൊക്കെ ഇവിടുന്ന് ആരും ഓടുന്നേ? ആരും ഓടി ശബ്ദം കേട്ടില്ലേ? അയ്യോ, മര്യാദയ്ക്ക് അവിടെ പാട്ടും കേട്ടിരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ പുതിയ ഏത് പ്രേതാണെന്തോ. മര്യാദയ്ക്ക് മുറിയിൽ കിടന്നാ മതിയായിരുന്നു. അയ്യോ, ഇതെന്താ സംഭവം? അത് ഈ പോസിലൊന്നും ഇത് 100% മോഹിനിയാ. ഞാൻ നേരത്തെ പറഞ്ഞാലും രക്തം തരില്ല എന്ന്, പിന്നെ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇതെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് എടുത്തു തരാനായിട്ട്? ഇത് തേൻ മിഠായി ഒന്നുമല്ല, എന്റെ രക്തമല്ലേ. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ എന്നെ ചികിത്സയിൽ പറഞ്ഞ് എനിക്ക് രക്തം കുറവാണെന്നാ. അതിന്റെ ഇടയിൽ ചേച്ചിയും കൂടി ഇങ്ങനെ വന്ന് ചോദിച്ചാ ഇതിന് മാത്രം രക്തം ഞാൻ എന്റെ ബോഡിയിൽ നിന്ന് എവിടെ നിന്ന് എടുത്തു തരുന്ന വിചാരിച്ചിട്ടാ? ചേച്ചി, ചേച്ചി, മോനേച്ചിയെ, നിങ്ങൾ എന്റെ ഒരു അനിയനാണെന്ന് കരുതി, അല്ല, ഞാൻ നിങ്ങളുടെ ഒരു അനിയനാണെന്ന് കരുതി എന്നെ വെറുതെ വിട്ടൂടെ? ഞാൻ മോഹിനിയല്ല. എന്താ പറഞ്ഞ? ഞാൻ മോഹിനിയല്ല. മോഹിനിയല്ലേ? പിന്നാരാ? രാഗിണിയാ? ഈ കെറ്റപ്പ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഏതെങ്കിലും ഒരു മോഹിനിയായിരിക്കും എന്നാ ചേച്ചി. അല്ല ചേച്ചി, സാധാരണ ഈ മോഹിനിമാരൊക്കെ വരാറുള്ളത് ഈ വെള്ള സാരിയെ കൊടുത്തിട്ടായിരുന്നില്ലേ? ചേച്ചി എന്താ ചേച്ചി ഇത്രയും കളർഫുൾ ആയിട്ട് പിങ്ക് സാരി കൊടുത്തിട്ട് വന്നിരിക്കുന്നത്? ഇനിയിപ്പോ അമ്മാതിരി വലിയ ഫിഗർ ആയിരിക്കുവോ? അതൊക്കെ തന്നെ ഞാനിപ്പോ നോക്കുന്നത്. പ്രേതങ്ങളൊക്കെ എന്തായാലും അപ്ഡേറ്റ് ആയി കാണും. ചേച്ചി, ഞാൻ എന്റെ അമ്മയുടെ ഒരേ ഒരു ഇളയ മോനാ ചേച്ചി. എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു, എന്റെ പൊന്നു മോനെ, നിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാ വളർത്തിയെന്ന്. എന്റെ വരുമാനത്തെ വിശ്വസിച്ച് വീട്ടിൽ 12 പേരെ ജീവിക്കുന്ന ഞാൻ എങ്ങാനും ചത്തു കഴിഞ്ഞാൽ അവര് 11 പേര് വഴിയാതാരായി പോകുന്ന ആലോചിച്ച് നോക്കി ചേച്ചി. ചേച്ചി, ചേച്ചി, ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? ചേച്ചി ആദ്യം ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചോദിക്കായിരുന്നു. അല്ല, വേറെ ഒന്നുമല്ല, ശരിക്കും മോഹിനി തന്നെയാണെന്ന് അറിയാനാ. അല്ല. അല്ലേ? അപ്പൊ നിങ്ങൾ ആരാ? ഐഷു. ഐഷു?
ഞാൻ വിശ്വസിക്കൊന്നുമില്ല. വെറുതെ എന്നെ പറ്റിക്കാൻ വെറുതെ നുണ പറയുന്നതല്ലേ. ശരിക്കും നീ ഐഷുവാ? ഉം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖം ഒന്ന് കാണിക്കും. അയ്യോ ഐഷു, ഐ ലവ് യു. ഇന്ദ്രലോകത്ത് വന്ന് ഇന്ദ്രാണി പോലെ ഉണ്ടല്ലോ. കളത്തിലെഴുതി ആ പേര് 101 തവണ ഉച്ചരിച്ചുകൊണ്ട് കാര്യം എന്തായാലും സെറ്റായി കിട്ടി. അത് മതി എനിക്ക്. സംഭവം ശരിക്കുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ, അവള് വന്ന് ഇപ്പൊ തന്നെ എന്നെ കെട്ടിപ്പിടിക്കണം. അയ്യോ അയ്യോ, ഈ ഫീലിൽ ഒരു ഡാൻസും കൂടി കിട്ടിയ എന്തായിരിക്കും? അടിപൊളിയായിരിക്കും.